ഹായ് കുട്ടികളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് അൺചേഞ്ചിങ് പ്രോഡക്റ്റ്. ഇവിടെ നോക്കൂ, റാഫിയുടെ കയ്യിൽ 120 രൂപയുണ്ട്. ആ 120 രൂപയ്ക്ക് അവൻ ബുക്സ് വാങ്ങിക്കാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി 15 റുപ്പീസ് നോട്ട് ബുക്ക് ക്യാൻ ബി ബൈ? 15 രൂപയുടെ എത്ര നോട്ട് ബുക്ക് വാങ്ങിക്കാൻ കഴിയും? 30 രൂപയുടെ എത്ര നോട്ട് ബുക്ക് വാങ്ങിക്കാൻ കഴിയും? നോട്ട്ബുക്കിന്റെ പ്രൈസ് ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ ആദ്യം 15 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. അത് ഡബിൾ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് എന്താണ്, 6 നോട്ട്ബുക്കാണ് വാങ്ങുന്നതെങ്കിൽ എത്ര പൈസയായിരിക്കും ഒരു നോട്ട്ബുക്കിന് വരുന്നത്? ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസറുകളും ഇവിടെ തന്നിട്ടുണ്ട്. ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ആൻഡ് ദ നമ്പർ ഓഫ് നോട്ട്ബുക്ക് ക്യാൻ ചേഞ്ച്, ബട്ട് ദെയർ പ്രോഡക്റ്റ് ഷുഡ് ബി 120. എന്താണ് പറയാൻ പോകുന്നത്? പ്രോഡക്റ്റ് ആയ 120ക്ക് മാറ്റം വരുന്നില്ല. പുസ്തകത്തിന്റെ എണ്ണവും പൈസയും മാറ്റം വരുമായിരിക്കും. നോക്കാം നമുക്ക് അത് മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15 രൂപയ്ക്ക് എത്ര നോട്ട്ബുക്ക് വാങ്ങിക്കാൻ കഴിയും? 8 നോട്ട്ബുക്കാണ് വാങ്ങിക്കാൻ കഴിയുന്നത്. 8 × 15 120 വരുന്നത്. പിന്നീട് ഇതിന്റെ പ്രൈസ് ഡബിൾ ആയി കഴിഞ്ഞാൽ 4 നോട്ട്ബുക്കാണ് വാങ്ങിക്കാൻ കഴിയുന്നത് 30 രൂപയ്ക്ക്. എത്രയാണ്? 120 ടോട്ടൽ വരുന്നത്. പ്രൈസ് ഡബിൾ ആയപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ച ബുക്ക് 8 ബുക്കായിരുന്നു, പിന്നെ 4 ബുക്കായിട്ട് മാറി. 15 രൂപ 30 രൂപയായിട്ട് മാറിയപ്പോൾ അടുത്ത ചോദ്യം എന്തായിരുന്നു? 6 നോട്ട്ബുക്കായിരുന്നു വാങ്ങിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഒരു നോട്ട്ബുക്കിന് കൊടുക്കുന്ന വില എന്തായിരിക്കും? 6 നോട്ട്ബുക്ക് ആകുമ്പോൾ 20 രൂപയാണ് വരുന്നത്. ടോട്ടൽ എത്രയാണ്? 120. ഇവിടെ ബുക്സിന്റെ വില കണ്ടില്ലേ? ആദ്യം 15 ആയിരുന്നു, അത് ഡബിളായി 30 പിന്നീട് 20. ഈ പ്രൈസിന് ഇവിടെ ബുക്കിന്റെ പ്രൈസിന് മാറ്റം വരുന്നുണ്ട്. അതേപോലെ അതിനനുസരിച്ച് ഇവിടെ ബുക്കിന്റെ എണ്ണത്തിനും മാറ്റം വരുന്നുണ്ട്. പക്ഷെ ടോട്ടൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള 120ക്ക് മാറ്റം വരുന്നില്ല. അതാണ് അൺചേഞ്ചിങ് പ്രോഡക്റ്റ് എന്നതിലൂടെ പഠിക്കുന്നത്. 2 പുസ്തകമാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? 60 രൂപയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് ബുക്സ് ഈസ് മെയ്ഡ് 1/3. ബുക്സിന്റെ എണ്ണം 3/1 ചുരുക്കുമ്പോൾ ഒരു പുസ്തകത്തിന്റെ പ്രൈസ് 3 മടങ്ങായിട്ട് വർദ്ധിക്കും. ഇഫ് വൺ ഓഫ് ദ 2 നമ്പേഴ്സ്, അതായത് ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ആൻഡ് ദ നമ്പർ ഓഫ് എ നോട്ട്ബുക്സ് is multiplied by a number, the other should be divided by the same number. അതായത് 4 പുസ്തകമാണ് മേടിക്കുന്നത് എന്ന് കരുതുക. 4 പുസ്തകം എത്രയാണ്? 30 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോഴാണ് അത് 120 രൂപയായിട്ട് മാറുന്നത്. ഇനി ഇവിടെ എന്താണ്? 4 പുസ്തകത്തിന് പകരം നമ്മൾ 8 പുസ്തകം മേടിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? 4 × 2 അല്ലെ? 4ന്റെ ഇരട്ടി പുസ്തകമാണ് മേടിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. 4 × 2 ഇൻറ്റു, അപ്പൊ ഇവിടെ ഗുണിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? മറ്റേ സൈഡിൽ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ എന്ത് ചെയ്യണം? 30 ഹരിക്കണം 2. ഈ റേഷ്യോ ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? 4 × 2 എത്രയാണ്? 8 വരുന്നത്. ഇൻറ്റു 30 ഹരിക്കണം 2 എത്രയാണ്? 15. 8 × 15 എത്രയാണ് വരുന്നത്? 120. പുസ്തകം 4 പുസ്തകം ആകുമ്പോൾ എത്രയാണ്? 30 രൂപയായിരുന്നു. അത് ഇരട്ടിയാകുമ്പോൾ ബുക്കിന്റെ വില 30ന്റെ പകുതിയായിട്ട് മാറും. മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മ 20 രൂപ തന്നു എന്ന് കരുതുക. കയ്യിലുള്ളത് 20 രൂപയാണ്. ഇന്റർവെല്ലിന് എന്താ ചെയ്യുന്നത്? ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് സ്വീറ്റ്സ് വാങ്ങിക്കാൻ പോവുകയാണ്. ഒരു മഞ്ച് വാങ്ങിക്കുകയാണെന്ന് കരുതുക. അപ്പൊ 2 പേർക്കാണ് വാങ്ങിക്കുന്നത് അല്ലെ? 10 രൂപയുടെ മഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയായി? 20 രൂപയായി. 2 പേർക്കാണല്ലോ വാങ്ങിച്ചത്. അപ്പൊ ഒന്നിന് 10 രൂപയാണ്. അടുത്ത ദിവസവും എന്ത് ചെയ്തു? അമ്മ 20 രൂപ തന്നു. സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണ്. അപ്പൊ 2 പേരും കൂടെ നിങ്ങളുടെ കൂടെ വരികയാണെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ എത്ര പേരായി? 2 × 2 4 പേരായിട്ട് മാറി. 10 രൂപയുടെ ഒരു മഞ്ച് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? കയ്യിലുള്ളത് 20 രൂപയാണ്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ, അതായത് സ്വീറ്റ്സിന്റെ എണ്ണം കൂട്ടുമ്പോൾ പൈസന്റെ വാല്യൂ എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. ഇപ്പം 10 രൂപയുള്ള സ്ഥാനത്തിന്റെ 10നെ 2 കൊണ്ട് ഹരിക്കണം. ഇവിടെ എത്രയാണോ കൂട്ടുന്നത് അതേ സംഖ്യ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഹരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് 20 രൂപ ടോട്ടൽ പ്രൈസ് ആവുന്നത്. ഇവിടെ നോക്കാം. 2 × 2 4 ഇൻറ്റു മഞ്ചിന്റെ വില എന്തായിട്ട് മാറി? 10 ഹരിക്കണം 2 5 മാറി. അപ്പോൾ 5 × 4 20. 20 രൂപയ്ക്ക് 4 സ്വീറ്റ്സ് വാങ്ങിക്കാൻ കഴിയും. അടുത്തതായിട്ട് മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് തരുന്നുണ്ട്. കുറേ ഡോട്ടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എക്സാമ്പിൾ തരുന്നത്. 2 പേജുകളായിട്ടാണ് അത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മുകളിലും താഴെയും ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ലളിതമായിട്ട് ഞാനിത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ടെസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആവശ്യമുള്ള കാര്യം മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നോക്കുക. ഇവിടെ 3 ബോക്സുകളാണ് ഉള്ളത്. 3 ബോക്സുകളിൽ കുറച്ച് ഡോട്ടുകൾ നിങ്ങൾക്ക് കാണാം. റോ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇതേപോലെ വരുന്നതിനാണ് റോ എന്ന് പറയുന്നത്. ഇവിടെ എത്ര റോകൾ ഉണ്ടെന്ന് നോക്കുക. ഒരു ബോക്സിൽ 1 2 3 4 4 റോ ആണ് ഒരു ബോക്സിലുള്ളത്.
ടോട്ടൽ റോ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ബോക്സിൽ 4 റോ ആണുള്ളത്. അപ്പൊ എങ്ങനെ ചെയ്യും? 4 ഇൻറ്റു എത്ര ബോക്സുകളുണ്ട്? 3 ബോക്സുകളുണ്ട്. 3 ഈക്വൽ ടു 12 റോകളാണ് ഉള്ളത്. അതായത് ഇവിടെ നമുക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. 1, 2, 3, 4. ഒന്നിൽ 4 വന്നു. അടുത്തതിൽ എന്താണ്? 1, 2, 3, 4. 4 വന്നു. അടുത്തതിലും 1, 2, 3, 4. 4 റോകൾ വന്നു. അപ്പൊ ടോട്ടൽ എത്ര റോകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 ഇൻറ്റു 3 ആണ് ടോട്ടൽ റോയിൽ വരുന്നത്. ഒരു റോയിൽ എത്ര ഡോട്ടുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇതാണ് ഒരു റോ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് കാണുന്നത് നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ എ റോ. ഒരു റോയിൽ എത്ര ഡോട്ട് ഉണ്ട് അത് കാണാൻ എന്താണ് ചെയ്യുന്നത്? ഇതാണ് ഒരു റോ ആയിട്ട് വരുന്നത്. ടോട്ടൽ എത്ര ഡോട്ടാണുള്ളത്? 9 ഡോട്ടാണ് ഉള്ളത് അല്ലെ? അതിന് എന്ത് ചെയ്യേണ്ടി വരും? 3 കൊണ്ട് ഹരിക്കണം. ഹരിച്ചു കഴിഞ്ഞാൽ ഒരു റോയിൽ എത്ര ഉണ്ടെന്ന് കിട്ടും. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്താണ്? 3 ആണ്. ആദ്യം എന്ത് ചെയ്തു? എത്ര റോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 4നെ 3 കൊണ്ട് ഗുണിച്ചു. ഒരു റോയിൽ എത്ര ഡോട്ട് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ടോട്ടൽ ഡോട്ടിനെ 3 പാർട്ടാണുള്ളത് അല്ലെ? 3 ബോക്സുകളാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ 3 കൊണ്ട് ഹരിച്ചു. ആൻസർ കിട്ടുന്നത് 3 ആണ്. ടോട്ടൽ എത്ര ഡോട്ടുകൾ ഉണ്ട്? ഈ 3 ബോക്സിലും കൂടി ആകെ എത്ര ഡോട്ടുകൾ ഉണ്ടെന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിനെ തമ്മിൽ ഗുണിച്ചാൽ മതി. അതായത് 12 ഇൻറ്റു 3 36. മനസ്സിലായില്ലേ? അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ, അതായത് ഈ 3 ബോക്സിലും കൂടെ എത്ര ഡോട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാവും. സാധാരണ രീതിയിൽ എങ്ങനെയാണ് ടോട്ടൽ ഡോട്ട് കാണുന്നത്? എത്ര റോസുകൾ ഉണ്ടെന്ന് നോക്കും. 4 റോ ആണുള്ളത്. എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കും. ടോട്ടൽ കോളംസ് എത്രയാണുള്ളത്? ഇവിടെ 3 കോളം ഉണ്ട്, ഇവിടെ 3 കോളം, ഇവിടെ 3 കോളം. എത്രയാണ്? 9 കോളംസ് ആണ് ഉള്ളത്. ടോട്ടൽ കിട്ടാൻ വേണ്ടി 4 ഇൻറ്റു 9 36. ഈ രീതിയിലും ആൻസർ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. അടുത്ത പേജ് നോക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് ദ സെയിം ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് വൺ ഓഫ് ദം ബൈ എ നമ്പർ ആൻഡ് ഡിവൈഡിങ് ദ അതർ ബൈ ദ സെയിം നമ്പർ. ഇവിടെ എന്താണ് പറയുന്നത്? നമുക്ക് 2 സംഖ്യകളെ തമ്മിൽ ഗുണിക്കണം. ഇവിടെ നോക്കുക, 18 ഇൻറ്റു 5 എന്ന സംഖ്യയാണ് ഗുണിക്കേണ്ടത്. ഈ 18 ഇൻറ്റു 5 എന്ന സംഖ്യയെ ഡയറക്റ്റ് ഗുണിക്കുന്നതിന് പകരം ആദ്യം 18നെ എന്ത് ചെയ്യുക? ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുക. 18നെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 5നെ എന്ത് ചെയ്യണം? മറ്റൊരു അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന ആൻസർ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് തമ്മിൽ ഗുണിക്കുന്ന അതേ ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 18 ഇൻറ്റു 5 കിട്ടുന്നത് എത്രയാണ്? 90 ആണ് കിട്ടുന്നത്. അപ്പം ആദ്യം എന്ത് ചെയ്തു? 18നെ 2 കൊണ്ട് ഹരിച്ചു. 18നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 2 ഇൻറ്റു 9 ആണ് 18. 9 കിട്ടി. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ 2 കൊണ്ട് ഹരിച്ചത് കൊണ്ട് ഈ 5നെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5 ഇൻറ്റു 2 എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ ഇതിന്റെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ കിട്ടുന്ന 2 തമ്മിൽ ഗുണിച്ചാൽ മതി. 9 ഇൻറ്റു 10 എത്രയാണ്? 90 ആണ്. അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. വേണമെങ്കിൽ മറ്റൊരു കണക്കെടുത്ത് നോക്കാം. നമുക്ക് ഗുണിക്കേണ്ടത് 12 ഇൻറ്റു 10 ആണെന്ന് കരുതുക. 12 ഇൻറ്റു 10 എത്രയാണ്? 120 ആണ്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാണ്? 12നെ 5 കൊണ്ട് ഗുണിക്കുകയാണ്. 12 ഇൻറ്റു 5 60. അപ്പം ഇവിടെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 5 കൊണ്ട് ഹരിക്കണം. 10 ഹരിക്കണം 5. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 2 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടി 60 ഇൻറ്റു 2 ചെയ്താൽ മതി. 60 ഇൻറ്റു 2 എത്രയാണ് കിട്ടുന്നത്? 120. സെയിം ആൻസർ തന്നെയല്ലേ കിട്ടുന്നത്? അടുത്തായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.